കേരളത്തിൽ 22 ലക്ഷം കുടുംബങ്ങളെ മോദിയുടെ ഈ തീരുമാനം ബാധിക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ കണക്ക്. വർഷം 4000 കോടി രൂപയാണ് കേരളത്തിൽ മാത്രം പദ്ധതിയിൽ ചെലവഴിച്ചിരുന്നത്. ഇതിൽ 3000 കോടിയിലധികവും കൂലി ഇനത്തിൽ കൊടുക്കുന്നതിലൂടെ പണം നേരിട്ട് തൊഴിലാളിയുടെ കയ്യിൽ എത്തുമായിരുന്നു. പദ്ധതി തകർത്തതോടെ കുടുംബങ്ങളുടെ വരുമാനത്തിൽ വലിയ ഇടിവാണ് ഉണ്ടാകാൻ പോകുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 17,200 കോടിയിലധികം രൂപ ഇവിടെ ശമ്പള ഇനത്തിൽ തൊഴിലാളികൾക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ സുഭിക്ഷ കേരളം, ശുചിത്വ കേരളം എന്നിവയുമായി തൊഴിലുറപ്പ് പദ്ധതിയെ ബന്ധിപ്പിച്ച് ഭൂവികസനം, വർക്ക്ഷെഡ് നിർമ്മാണം, ജലസേചനം, ആട്ടിൻകൂട്, കോഴിക്കൂട്, തൊഴുത്ത്, മത്സ്യക്കുള നിർമ്മാണം, തീറ്റപ്പുൽ കൃഷി, കമ്പോസ്റ്റിംഗ് സംവിധാനം, ഇതിലെല്ലാം തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കിയിരുന്നു. ഇനി ഏതൊക്കെ മേഖലകളിൽ പണം അനുവദിക്കാൻ കഴിയും, ഏതൊക്കെ മേഖലകളിൽ തൊഴിലുറപ്പിൻ്റെ ഭാഗമായി തൊഴിലെടുക്കാൻ കഴിയും എന്ന് കേന്ദ്രം തീരുമാനിക്കും. പദ്ധതി വിഹിതം കേന്ദ്ര സർക്കാർ ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത ഉണ്ടാക്കുന്നതിനൊപ്പം ലക്ഷങ്ങളുടെ തൊഴിലും വരുമാനവും ഇല്ലാതാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു കഴിഞ്ഞു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട വിഹിതത്തിൽ വലിയ കുറവ് വരുത്തി അവരുടെ വരുമാനം പിടിച്ചെടുക്കുന്നതിലേക്ക് കേന്ദ്ര സർക്കാർ തിരിയുകയാണ്. ഇത് ചെറിയ കാര്യമല്ല. GST പരിഷ്കാരത്തിലൂടെ കേരളത്തിന് മാത്രം അടുത്ത സാമ്പത്തിക വർഷം 8,000 മുതൽ 10,000 കോടി രൂപ വരെ സാമ്പത്തിക നഷ്ടം വരുമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആധി. അതിന് പുറമെയാണ് ഇത്തരം അടിച്ചേൽപ്പിക്കലുകൾ. അക്ഷരാർത്ഥത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിവേര് വലിച്ചൂരിക്കഴിഞ്ഞു. മോദി സർക്കാരിന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സബ്സിഡികൾ, തൊഴിലുറപ്പ് പോലെയുള്ള പദ്ധതികളോട് താല്പര്യമില്ലെന്നതും അവയെ ദുർബലപ്പെടുത്തുന്ന നയങ്ങൾ സ്വീകരിക്കുന്നതും കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന, നാം കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. 2014 അധികാരത്തിലെത്തിയപ്പോൾ ഭക്ഷ്യം, ഇന്ധനം, വളം സബ്സിഡികൾ കുറയ്ക്കാൻ തുടങ്ങി. 2024-25 ബജറ്റിൽ വളം സബ്സിഡി 1.64 ലക്ഷം കോടി രൂപയായി കുറച്ചു. മുൻവർഷം അത് 1.89 ലക്ഷം കോടിയായിരുന്നു. ഇത് കർഷകരെ ബാധിക്കുന്നു എന്നത് സർക്കാരിന് ഒരു വിഷയമേ അല്ല. 2023-24 ഭക്ഷ്യ സബ്സിഡി 1.97 ലക്ഷം കോടിയായിരുന്നത് 2025-26 ഉയർത്തി, പക്ഷേ വെറും 2 ലക്ഷം കോടിയിലേക്ക് മാത്രം. നമ്മുടെ നാട്ടിലെ പണപ്പെരുപ്പം കണക്കിലെടുക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ തുലവും കുറവാണ്. ദരിദ്രരായ മനുഷ്യരുടെ ഭക്ഷണ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണിത്. പക്ഷേ സർക്കാർ അതൊന്നും ചെവിക്കൊണ്ടതേയില്ല. PM കിസാൻ പദ്ധതി പ്രകാരം വർഷം 6,000 രൂപ നൽകുന്നുവെന്ന് അവകാശപ്പെടുന്നുവെങ്കിലും വളത്തിൻ്റെ വിലവർധനയും സബ്സിഡി കുറവും കർഷകരെ കലശലായി ബാധിക്കുന്നുണ്ട്. പാചകവാതക സിലിണ്ടറുകളുടെ സബ്സിഡിയുടെ കാര്യത്തിലും ഇതേ നിലപാടാണ് മോദി സ്വീകരിച്ചത്. ആരോടും ഒരു വാക്കുപോലും പറയാതെയാണ് അത് അവസാനിപ്പിച്ചത്. ഇപ്പോൾ ഉജ്ജ്വല യോജനയിൽ മാത്രമാക്കി അത് ചുരുക്കി. നാളെ ഉജ്ജ്വല യോജനക്കാർക്കും ഉണ്ടാകുമോ എന്ന് ആർക്കറിയാം. സാധാരണക്കാരുടെ ജീവിത ദുരിതങ്ങളോട് പിന്തിരിഞ്ഞു നിൽക്കുന്ന നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും വൻകിടക്കാർക്ക് എപ്പോഴും പരമാവധി ഇളവുകൾ നൽകാൻ മോദി സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ 2014 മുതൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളിൽ വലിയ കോർപ്പറേറ്റ് ഇളവുകളും സാമ്പത്തിക പ്രോത്സാഹനങ്ങളും കാണാം. വ്യാവസായിക വളർച്ച, വിദേശ നിക്ഷേപ ആകർഷണം, മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നിങ്ങനെ വലിയ സാമ്പത്തിക പദ്ധതികൾക്ക് പിന്തുണ നൽകുന്നതിൻ്റെ പേരു പറഞ്ഞ് കോർപ്പറേറ്റുകൾക്ക് വലിയ നികുതി ഇളവ്, അവർക്കനുകൂലമായ നയപരിഷ്കാരങ്ങൾ, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമുകൾ, അങ്ങനെ തുടങ്ങിയ പരിപാടികൾ മോദി നടപ്പിലാക്കി പോരുകയാണ്. മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിലൊന്നാണ് 2019 കോർപ്പറേറ്റ് ടാക്സ് ഇളവ്. കോർപ്പറേറ്റ് ടാക്സ് നിരക്ക് 30% നിന്ന് 22% കുറച്ചു. പുതിയ നിർമ്മാണ കമ്പനികൾക്ക് 15% മാത്രമായി നിശ്ചയിച്ചു. ഈ ഇളവ് സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുമെന്നും വിദേശ നിക്ഷേപങ്ങളെ ആകർഷിക്കുമെന്നും സർക്കാർ വാദിച്ചു. എന്നാൽ ഈ നയം വൻകിട കോർപ്പറേറ്റുകൾക്ക് വലിയ തോതിൽ ലാഭമുണ്ടാക്കി എന്നതാണ് യാഥാർത്ഥ്യം. ഉദാഹരണമായി 2019 ടാക്സ് കുറവ് മൂലം സർക്കാരിന് പ്രതിവർഷം 1.44 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഈ പണം മധ്യവർഗത്തിനും ചെറുകിട ബിസിനസ്സുകാർക്കും കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അത് വൻകിടക്കാർക്കും മാത്രമാക്കി ചുരുക്കി മോദി. 2025 സമാനമായ നികുതി ഇളവുകൾ തുടരുന്നു. US താരിഫുകളുടെ ഭീഷണി നേരിടാൻ GST ഘടനയിൽ മാറ്റങ്ങൾ വരുത്തി നിരക്കുകൾ 5%-18%-ആക്കി ലഘൂകരിച്ചു.
ഇത് ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകാർക്കും ഗുണമാണെന്ന് ആദ്യ നോട്ടത്തിൽ കാണാമെങ്കിലും വൻകിട കമ്പനികൾക്കാണ് പ്രധാന ലാഭം. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ കുറവുകൾ GDPയെ 0.6% വർദ്ധിപ്പിക്കുമെങ്കിലും സർക്കാരിന് $20 ബില്യൺ നഷ്ടമുണ്ടാക്കും. എന്നു മാത്രമല്ല, ശമ്പള വർധനയിലോ തൊഴിൽ സൃഷ്ടിയിലോ ഈ ഇളവുകൾ ഒരു സ്വാധീനവും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. മോദി സർക്കാരിൻ്റെ മറ്റൊരു വിവാദമായ നയമായിരുന്നു ബാങ്ക് വായ്പകളുടെ റൈറ്റ് ഓഫ്. 2014 മുതൽ 10 ലക്ഷം കോടിയിലധികം രൂപയുടെ കോർപ്പറേറ്റ് വായ്പകൾ എഴുതിത്തള്ളിയെന്നാണ് കണക്കുകൾ പറയുന്നത്. BJP സർക്കാർ 16 ലക്ഷം കോടി രൂപയുടെ വായ്പകൾ 100 വൻകിട കോർപ്പറേറ്റുകൾക്ക് ഇളവ് ചെയ്തുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു, പ്രത്യേകിച്ച് ഗുജറാത്തിലെ കമ്പനികൾക്ക്. 2021 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ബാങ്കുകൾ 89,686 കോടി രൂപ എഴുതിത്തള്ളി എന്നാണ് കണക്ക്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 10 ലക്ഷം കോടി രൂപയുടെ വായ്പകൾ ഇളവ് ചെയ്തു. ഇതിൻ്റെ 50% വൻകിട വ്യവസായ സേവന മേഖലകൾക്കാണ് ഗുണമായത്. മോദി സർക്കാരിൻ്റെ ക്രോണി ക്യാപിറ്റലിസം അത് പ്രധാനമായും അദാനി ഗ്രൂപ്പിനും റിലയൻസിനുമാണ് ഗുണമായത് എന്ന് പ്രതിപക്ഷം നിരന്തരമായി ചൂണ്ടിക്കാണിക്കുന്നു. അദാനി ഗ്രൂപ്പിന് $3.9 ബില്യൺ സഹായ പാക്കേജ് നൽകിയെന്ന് വിമർശകർ പറയുകയാണ്. അംബാനിയും അദാനിയും മോദിയുടെ അടുപ്പക്കാരാണെന്നും പ്രോജക്റ്റുകൾ അവർക്ക് അനുവദിക്കുന്നു എന്നുള്ളതും കേവലം ആരോപണങ്ങൾ മാത്രമല്ല, അത് ഈ രാജ്യത്തിന് ബോധ്യമുള്ളതാണ്. കർഷക പ്രക്ഷോഭത്തിന് കാരണമായ കാർഷിക നിയമങ്ങൾ അദാനിയെയും അംബാനിയെയും സഹായിക്കാൻ വേണ്ടിയാണെന്ന് കർഷകർ ആരോപിച്ചത് നാം കണ്ടു. റഷ്യൻ ഓയിൽ വൻതോതിൽ വാങ്ങിയതിൻ്റെ പ്രധാന ഗുണഭോക്താവ് അംബാനിയുടെ റിലയൻസ് ആണെന്നത് മനസ്സിലാക്കണം. ചെറുകിട നിക്ഷേപങ്ങളെയും വ്യവസായികളെയും നശിപ്പിച്ച് വൻകിടക്കാരുടെ ഏകാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളുമായിട്ടാണ് മോദി സർക്കാരിൻ്റെ പോക്ക്. നോക്കൂ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്നതിൽ പോലും അത്തരം ഗുരുതരാലോചനകൾ നമുക്ക് കാണാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ തൊഴിലാളിയുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കിയ ഒരു ഇടപെടലായിരുന്നു. അത് ഇപ്പോൾ ഇല്ലാതാക്കുന്നു. തൊഴിലാളികൾ നഗരങ്ങളിലേക്കോ വ്യവസായ മേഖലകളിലേക്കോ എടുത്തെറിയപ്പെടാൻ നിർബന്ധിതരാകുന്നു. കുറഞ്ഞ കൂലിക്ക് തൊഴിലെടുക്കാനും അവകാശങ്ങളോട് സന്ധിയാകാനും തൊഴിലാളി നിർബന്ധിതനാകുന്നു. കൺസ്ട്രക്ഷൻ, മാനുഫാക്ചറിംഗ്, അഗ്രികൾച്ചർ മേഖലകളിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് ചീപ്പ് ലേബർ കിട്ടാൻ ഇപ്പോഴത്തെ ഈ സമീപനം സഹായകരമാകും. തൊഴിലുറപ്പിനെ ദുർബലപ്പെടുത്തുന്നത് ഗ്രാമീണ ഉപഭോഗം കുറയ്ക്കുകയും വൻകിട ബിസിനസ്സുകൾക്ക് വിപണിയാധിപത്യം നൽകുകയും ചെയ്യും. അങ്ങനെ ഏതർത്ഥത്തിൽ പരിശോധിച്ചാലും ഇപ്പോഴത്തെ നീക്കം ദുരൂഹ ലക്ഷ്യങ്ങളോടെ ഉള്ളതാണെന്ന് കാണാം. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി VBG റാംജി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. നാടിന് ഗുണപ്രദമായിരുന്നൊരു പദ്ധതി ജനങ്ങളെ ദ്രോഹിക്കും വിധമാക്കി മാറ്റിയിട്ട് അതിന് റാംജി എന്ന് പേരിടുന്നതിലെ യുക്തിയെക്കുറിച്ച് ചിലരൊക്കെ ചോദിക്കുന്നു. അതല്ല ഇവിടുത്തെ പ്രശ്നം. അതിൽ നിന്ന് ഗാന്ധിയുടെ പേര് വെട്ടേണ്ട സാഹചര്യം എന്തായിരുന്നു എന്നതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്നും സ്മൃതികളിൽ നിന്നും ഗാന്ധിയെ മാറ്റുക എന്ന വലിയ പദ്ധതി ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക. 2023 NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധി വധത്തിൻ്റെ പശ്ചാത്തലം, പ്രത്യേകിച്ച് ഹിന്ദു തീവ്രവാദവുമായുള്ള ബന്ധം, നാഥുറാം ഗോഡ്സെയുടെ RSS അനുബന്ധം ഇവയെല്ലാം നീക്കം ചെയ്തുവല്ലോ. ഇത് ഗാന്ധിയുടെ തത്വങ്ങൾക്കെതിരായ ചരിത്രപരമായ വസ്തുതകളെ മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളുടെ വളരെ പ്രകടമായ ഒരു തുടക്കമായിരുന്നു. ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ഗാന്ധിജി ഹിന്ദു ദേശീയവാദത്തെ, ഹിന്ദു മഹാസഭയെ, RSSനെ വിമർശിച്ച ഭാഗങ്ങൾ ഒഴിവാക്കി. 2024 സബർമതി ആശ്രമം പുനർനിർമ്മിക്കാനുള്ള പദ്ധതി ഗാന്ധിയുടെ ലാളിത്യവും തത്വങ്ങളും ദുർബലപ്പെടുത്തുന്നതായി വിമർശിക്കപ്പെട്ടത് ഓർക്കണം. ടൂറിസം ഫോക്കസ് ചെയ്ത് ആശ്രമത്തെ വികസിത് ആക്കുന്നത് ഗാന്ധിയുടെ ഓർമ്മകളെ മാറ്റാനുള്ള വളഞ്ഞ വഴിയാണെന്ന് അന്നേ വിമർശിക്കപ്പെട്ടു. ഗാന്ധിജിയെ കൊന്നവർ ഗാന്ധിജിയുടെ പേരിലുള്ള അതിഗംഭീരമായ ഈ രാജ്യത്തിലെ ജനജീവിതത്തെ ആകെ സ്പർശിച്ച മഹത്തായ ഒരു നിയമത്തെയും കൊല്ലുകയാണ്. ഗാന്ധിജിയെ കൊല്ലുമ്പോൾ ഗോഡ്സെ റാം റാം എന്ന് വിളിച്ചാണ് നെഞ്ചിൽ നിറയുതിർത്തത്. ഗാന്ധിജിയുടെ പേരിലുള്ള മഹാത്മാഗാന്ധി ഗ്രാമീൺ റൂറൽ തൊഴിലുറപ്പ് പദ്ധതിയെ കൊല്ലുന്നതിന് മുമ്പും രാമൻ്റെ പേര് തന്നെയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ജി റാം ജി എന്ന പേരിലാണ് ഈ ബില്ലിനെ ഇവർ കൊലപ്പെടുത്താൻ പോകുന്നത്. ഗാന്ധിയുടെ പേര് മാത്രമല്ല, രാഷ്ട്രശില്പികളിൽ പലരുടെയും പേരുകൾ നീക്കാനുള്ള പദ്ധതിയും തകൃതിയാണ്. 2014 അധികാരത്തിലെത്തിയ ഉടനെ നെഹ്റു ഗാന്ധി കുടുംബ പേരുകളുള്ള 650 പദ്ധതികൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ പേരുകൾ പുനരവലോകനം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു.
അതിൻ്റെ ഭാഗമായിരുന്നു 2023 ഡൽഹിയിലെ തീൻമൂർത്തി ഭവനിലുള്ള നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയെ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്ന് പുനർനാമകരണം ചെയ്തത്. 2024 നെഹ്റു യുവകേന്ദ്ര എന്ന സംഘടനയെ മൈ ഭാരത് എന്ന് പുനർനാമകരണം ചെയ്തു. ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ 2005 ആരംഭിച്ച ഈ പദ്ധതിയെ 2015 അമൃത് എന്ന് പുനർനാമകരണം ചെയ്തു. നെഹ്റുവിൻ്റെ പേര് നീക്കം ചെയ്തു. നെഹ്റുവിൻ്റെ സാമ്പത്തിക മാതൃകയുടെ പ്രതീകമായ പ്ലാനിംഗ് കമ്മീഷനെ 2014 ഡിസ്മാൻഡിൽ ചെയ്ത് നീതി ആയോഗ് എന്നാക്കി മാറ്റി. ഇത് നെഹ്റുവിയൻ ഇക്കണോമിക്സിനെ തന്നെ ഇല്ലാതാക്കുന്നതാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നെഹ്റുവിൻ്റെ സംഭാവനകളെയും പൈതൃകത്തെയും അദ്ദേഹം മുന്നോട്ട് വെച്ച സെക്യുലർ ആശയങ്ങളെയും എല്ലാം കടലിൽ തള്ളുക എന്നതിലൂന്നിയാണ് മോദി സർക്കാരിൻ്റെ ഈ വേലകൾ എല്ലാം. നെഹ്റുവിനെയും ഗാന്ധിയെയും മാത്രമല്ല 2014 അധികാരത്തിലെത്തിയ ശേഷം മുൻ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് തുടങ്ങിയ നിരവധി പദ്ധതികളുടെ പേരുകളും മോദി മാറ്റി. ആധുനികവൽക്കരണമെന്നും റീബ്രാൻഡിംഗ് എന്നൊക്കെ വിളിച്ചിട്ടാണ് ഇവയെല്ലാം മാറ്റിയത്. പക്ഷേ ഉദ്ദേശ്യം വ്യക്തമാണ്. എല്ലാം 2014 മോദിയിൽ നിന്നാണ് പുറപ്പെട്ടത് എന്ന് സ്ഥാപിക്കാനാണ് ഈ പെടാപ്പാടല്ല. നോക്കൂ, നിർമ്മൽ ഭാരത് അഭിയാനാണ് സ്വച്ഛ് ഭാരത് അഭിയാനായി മാറിയത്. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷനാണ് ദീൻ ദയാൽ അന്ത്യോദയ യോജന എന്ന പേരാക്കി മാറ്റിയത്. നാഷണൽ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കിനെ ഭാരത് നെറ്റ് എന്ന പേരിലേക്ക് മാറ്റി. അത് സ്വന്തം ക്രെഡിറ്റാക്കാൻ നോക്കി. സ്വാവലംബൻ യോജന അടൽ പെൻഷൻ യോജന എന്ന പേരിലേക്ക് മാറ്റി. ഫ്രീ LPG കണക്ഷൻ ടു BPL ഫാമിലീസ് എന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ പദ്ധതിയെ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന എന്നാക്കി മാറ്റി മോദിയുടെ പടവും വെച്ചു. മോഡിഫൈഡ് നാഷണൽ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് സ്കീമിൻ്റെ പേര് മാറ്റി ഫസൽ ബീമ യോജന എന്നാക്കി അതിലും മോദിയുടെ ചിത്രം പതിപ്പിച്ചു. ജൻ ഔഷധി സ്കീമിൻ്റെ പേര് മാറ്റി പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന എന്നാക്കി അതിലും വെച്ചു പടം. ഇന്ദിരാ ആവാസ് യോജനയും രാജീവ് ആവാസ് യോജനയുടെയും എല്ലാം പേരുകൾ മാറ്റി എല്ലാറ്റിലുമുണ്ട് മോദിയുടെ ചിത്രം. മോദി കാലത്തിനൊപ്പിച്ചുള്ള നിറമടിക്കലാണ്. മോദിയെയും മോദി സർക്കാരിനെയും രാഷ്ട്രീയമായി ബ്രാൻഡ് ചെയ്യുക എന്ന സ്വാർത്ഥ മോഹത്തിന് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് ചീപ്പ് റേറ്റിൽ തൊഴിലാളിയെ കിട്ടാൻ വേണ്ടി, സാധാരണക്കാരന് കിട്ടേണ്ട പണമെല്ലാം വൻകിടക്കാരന് വകമാറ്റി കൊടുക്കാനായി ചെയ്തു കൂട്ടുന്ന ഈ അപരാധങ്ങളോട് രാഷ്ട്രം ഒന്നായി പ്രതിരോധ സ്വരം ഉയർത്തേണ്ടതുണ്ട്. വംശീയവും ജാതീയവുമായ വെറികളിൽ മനുഷ്യരെ കുടുക്കി അവരുടെ ജീവിത വഴികളെല്ലാം അടയ്ക്കുന്ന തന്ത്രങ്ങൾക്ക് നാം കീഴ്പ്പെട്ടുകൂടാ. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.